ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷെബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങുമായിട്ടാണ്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയുമായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. എത്ര പുഡിങ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ ഈ പുഡിങ് എങ്ങനെ ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഡിങ് ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എത്രയും വേഗം നമുക്ക് ഈ പുഡിങ്ങിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം നമുക്ക് ഇത് സോക്കായി കിട്ടുന്നതും അതുപോലെ മെൽറ്റായി കിട്ടുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മുങ്ങിത്തക്ക വിധത്തിൽ വേണം ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി കുറച്ചു നേരം ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ പുഡിംഗ് ഒഴിക്കുന്ന ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഗീയോ ബട്ടറോ എന്താണെങ്കിലും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഗീയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാത്രം മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് വേറൊരു പാനാണ്. ഇതിലോട്ട് 500 ml പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 500 ml എന്ന് പറഞ്ഞാൽ 250 കപ്പിൻ്റെ 2 കപ്പാണ്. അതായത് ഒരു പാക്കറ്റ് പാലാണ് 500 ml. ആ ഒരു പാക്കറ്റ് പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്തെടുത്ത പൊടിയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മളിത് ഗ്യാസിലോട്ട് വെക്കുന്നുണ്ട്. ഗ്യാസിലോട്ട് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ ചെറിയ പാക്കറ്റ് പാൽപ്പൊടി കിട്ടും. ആ പാക്കറ്റ് കൊണ്ട് 2 പാക്കറ്റ് പാൽപ്പൊടിയുണ്ട്. അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചൂട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽപ്പൊടി പെട്ടെന്ന് നമുക്ക് അലിഞ്ഞു കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇത് സോക്കാവുമ്പോൾ ആ വെള്ളമെല്ലാം ഇതിലോട്ട് നന്നായി അബ്സോർബ് ചെയ്ത് ആ വെള്ളമെല്ലാം നന്നായി വലിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് മെൽറ്റാക്കി എടുക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. വേഗം തന്നെ നമുക്കിത് കാരമലൈസ് ചെയ്തെടുത്ത് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കാരമലൈസ് ചെയ്തത് ഒന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം നിങ്ങളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ പാലും കാരമലൈസ് ചെയ്തത് ഇവിടെ നന്നായി അലിഞ്ഞ് പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മളുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ചൈന ഗ്രാസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പാലും ചൈന ഗ്രാസും നന്നായി തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിൽ ഇനി പാൽപ്പൊടി അലിയാത്തതിൻ്റെ അംശമോ അല്ലെങ്കിൽ ചൈന ഗ്രാസ് മെൽറ്റാവാത്തതിൻ്റെ അംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അരിപ്പയിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം ഈ പുഡിംഗ് ട്രേയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. ഇനി ഇതൊന്ന് ഉറക്കുന്നത് വരെ ഒന്ന് തണുക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ ചതക്കണ ഓരക്കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇത് ഇതുപോലെ ഇതിലിട്ട് വിതറിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തൊണ്ടോട് കൂടിയിട്ടുള്ള കപ്പലണ്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്.
ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.